അർജുനായുള്ള തിരച്ചിലിൽ തൃപ്തിയില്ലെന്ന അമ്മ ഷീല. മകൻ ജീവനോടെ വരുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടു. വാർത്ത എന്തു തന്നെയായാലും ഉൾക്കൊള്ളാൻ തയ്യാറാണ്. അർജുനെ കണ്ടെത്തുന്നതിൽ സൈന്യത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കർണാടക സർക്കാരിലും കേന്ദ്ര സർക്കാരിലും വിശ്വാസമില്ലെന്നും അമ്മ. കർണാടക ശീരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ 7ാം ദിവസമായ ഇന്നും കണ്ടെത്താനായില്ല. സൈന്യം ഉടൻ മടങ്ങുമെന്ന കർവാർ MLA. സൈന്യം വന്ന പ്രവൃത്തി പൂർത്തിയായെന്നും ഇനി അവർ തുടരേണ്ട കാര്യമില്ലെന്നും MLA. ലോറി കരയിൽ ഇല്ലെന്ന് സൈന്യം. പ്രദേശത്ത് ശക്തമായ മഴ. ശിരൂരിൽ മലയാളി രക്ഷാപ്രവർത്തകർക്ക് മർദ്ദനം. രഞ്ജിത്ത് ഇസ്രയേൽ അടക്കമുള്ള രക്ഷാപ്രവർത്തകരെ മർദ്ദിച്ച് കർണാടക പോലീസ്. അർജുനെ രക്ഷിക്കുവാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. വിഷയത്തിൽ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുവാൻ നിർദ്ദേശം. ഇടപെടൽ ആവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് പരാതിക്കാരനായ സുഭാഷ് ചന്ദ്രൻ. മലപ്പുറത്തെ നിപ്പ ബാധയിൽ ഇന്ന് പരിശോധിച്ച 9 സാമ്പിളുകളും നെഗറ്റീവ്. സമ്പർക്ക പട്ടിക വർദ്ധിച്ചു. 406 പേർ സമ്പർക്ക പട്ടികയിൽ. ആകെ ചികിത്സയിലുള്ളവർ 15 പേർ. 194 പേർ ഹൈറിസ്ക് പട്ടികയിൽ. 139 പേർ ആരോഗ്യ പ്രവർത്തകർ. ജില്ലയിലെ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് മന്ത്രി വീണ ജോർജ്. EP ജയരാജൻ BJP ബന്ധം അടഞ്ഞ അധ്യായമല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു തെറ്റും വെച്ചു പൊറുപ്പിക്കില്ല. തിരുത്തേണ്ടവർ ആരായാലും തിരുത്തും. BDJs വഴി BJP അജണ്ട നടപ്പാക്കുന്നതിൽ വിമർശനം തുടരുമെന്നും SNDPയെ കാവ്യവൽക്കരിക്കുവാൻ അനുവദിക്കില്ലെന്നും MV ഗോവിന്ദൻ. ദിവ്യ S. അയ്യർക്കെതിരെ ആക്രമണം നടത്തുന്നത് മുൻനിര കോൺഗ്രസ് നേതാക്കളെന്നും ഗോവിന്ദൻ. ബീഹാറിന് പ്രത്യേക പദവി എന്ന ആവശ്യം തള്ളി കേന്ദ്രം. പ്രത്യേക പദവി ഇപ്പോൾ പരിഗണനയിലില്ലെന്ന ധനമന്ത്രി പങ്കജ് ചൗധരി. തള്ളിയത് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രത്യേക പദവി എന്ന JDU ആവശ്യം. കൻവാർ യാത്രാ വിവാദത്തിൽ UP സർക്കാരിന് തിരിച്ചടി. ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ വിവാദ ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. കട ഉടമകളുടെയും ജീവനക്കാരുടെയും പേരുകൾ പ്രദർശിപ്പിക്കുവാൻ നിർബന്ധിക്കരുത്. പോലീസിന് ഇത്തരം ഉത്തരവുകൾ ഇറക്കുവാൻ അവകാശമില്ലെന്നും കോടതി. അർജുനെ രക്ഷിക്കുവാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച സുപ്രീം കോടതി. വിഷയത്തിൽ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നും കർണാടക ഹൈക്കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. റോഡിലെ ചെളി തെറിപ്പിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ അച്ഛനെയും മകനെയും കാറിലുള്ളവർ വലിച്ചിഴച്ചു. സംഭവം ചിറ്റൂർക്ക് ഫെറിക്ക് സമീപം കോളരിക്കൽ. 2 വിഭാഗവും പ്രശ്നത്തിൽ പങ്കാളികളെന്ന് പോലീസ്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിയെ അഭിസംബോധന ചെയ്ത രീതിയെ വിമർശിച്ച മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു. ഹിസ് ഹൈനസ്, ഹെർ ഹൈനസ്, ഹിസ് എക്സലൻസി പ്രയോഗങ്ങൾ വേണ്ട. ആദരണീയർ എന്നർത്ഥം വരുന്ന പ്രയോഗങ്ങൾ മതിയെന്നും നായിഡു. പരാമർശം തിരുവനന്തപുരത്ത് സ്മൃതി പുരസ്കാര ദാന ചടങ്ങിൽ.
പോലീസിലെ ആത്മഹത്യ തടയുവാൻ പുതിയ പദ്ധതിയുമായി സർക്കാർ. മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ കാവലും കരുതലും പദ്ധതി. എല്ലാ സ്റ്റേഷനുകളിലും കമ്മിറ്റികൾ രൂപീകരിക്കണം. പോലീസുകാർക്ക് കമ്മിറ്റിയിൽ പരാതി നൽകാം. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ കമ്മിറ്റി കൂടണമെന്നും ADGP. കൊച്ചിയിൽ കുണ്ടന്നൂർ പാലത്തിന് പുറമെ അറ്റകുറ്റപ്പണിക്കായി അലക്സാണ്ടർ പറമ്പിത്തറ പാലവും അടച്ചു. പാലം അടച്ചത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ. ഇതോടെ കൂടുതൽ ദുരിതത്തിലായി യാത്രക്കാർ. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന തിക്കോടി സ്വദേശിയായ 14-കാരൻ രോഗവിമുക്തനായി. കുട്ടി ഇന്ന് ആശുപത്രി വിട്ടു. ഇതാദ്യമായാണ് ഇന്ത്യയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചയാൾക്ക് രോഗവിമുക്തി ഉണ്ടാകുന്നത്. തൃശൂരിൽ വീട്ടിൽ കയറി ആക്രമണം കരുവന്നൂർ സ്വദേശി സൗമേഷിന്റെ വീടിന് നേരെ 6 വയസ്സുകാരിക്കുൾപ്പെടെ പരിക്കേറ്റു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി കുടുംബം. ആലുവ എടേപ്പുറത്ത് 18-കാരൻ ജീവനൊടുക്കിയതിന് പിന്നിൽ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗമെന്ന സംശയം. മൊബൈൽ ഫോൺ സൈബർ സെൽ പരിശോധിക്കും. കോവിഡ് കാലത്ത് ഓൺലൈൻ പഠനം ആരംഭിച്ച ശേഷം ഫോൺ അമിതമായി ഉപയോഗിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തൽ. മുൻ CI ജീവനൊടുക്കാൻ ശ്രമിച്ചു. തിരുവനന്തപുരം അയിരൂർ മുൻ CI ആയിരുന്ന R. ജെയ്സലിനാണ് ജീവനൊടുക്കുവാൻ ശ്രമിച്ചത്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചായിരുന്നു സംഭവം. പോക്സോ കേസ് പ്രതിയെ പീഡിപ്പിച്ചതിനും കൈക്കൂലി വാങ്ങിയതിനും ജെയ്സലിനെ സർവീസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. പാലക്കാട് അണക്കപ്പാറ ചെല്ലുപടിക്ക് സമീപം ബൈക്ക് മരത്തിലിടിച്ച് യുവാവ് മരിച്ചത് കിഴക്കഞ്ചേരി വക്കാല സ്വദേശിയായ രഞ്ജിത്ത് കുമാർ. രഞ്ജിത്തിന്റെ മൃതദേഹം ആലത്തൂർ താലൂക്ക് ആശുപത്രി മോർച്ചറി. പ്രവർത്തനത്തിന് കേഡർമാരെ കിട്ടാനില്ലെന്ന CPM രേഖ. ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാൻ ആളെ കിട്ടാത്ത അവസ്ഥ. വീടുകളുമായി പാർട്ടി പ്രവർത്തകർക്ക് ബന്ധം ഇല്ലാതാകുന്നുവെന്നും സ്വയം വിമർശനം. തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ ഹൃദയമാറ്റ ശസ്ത്രക്രിയ പൂർത്തിയായി. കാർഡിയോമയോപ്പതി ബാധിച്ച 12 വയസ്സുള്ള കുട്ടിക്കാണ് ഹൃദയം മാറ്റിവെച്ചത്. സർക്കാർ മേഖലയിൽ ഹൃദയമാറ്റം നടക്കുന്ന 2ാമത്തെ സ്ഥാപനമാണ് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. വയനാട് മേപ്പാടി കടൂർ പ്രദേശങ്ങളിൽ കാട്ടാന ഭീതി. കാട്ടാനകളുടെ ശല്യം കാരണം പകൽ സമയങ്ങളിൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമെന്ന് നാട്ടുകാർ. തോട്ടം തൊഴിലാളികളടക്കം താമസിക്കുന്ന മേഖലയിൽ ആന ഇറങ്ങുന്നത് പതിവാണ്. പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഹോക്കിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷ്. പാരീസ് ഒളിമ്പിക്സിൽ അവസാന മത്സരം. ഹോക്കിയിൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇന്ത്യൻ ടീം അംഗമാണ്. വിരമിക്കൽ പ്രഖ്യാപനം 36-ാം വയസ്സിൽ.
വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അടുത്ത ഏകദിന ലോകകപ്പ് വരെ തുടരണമെന്ന ഗൗതം ഗംഭീർ. ഫിറ്റ്നസ് അനുവദിക്കുമെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷവും ടീമിനൊപ്പം വേണം. ലോക നിലവാരത്തിലുള്ള താരങ്ങൾ ഒപ്പമുള്ളതാണ് ഇന്ത്യയുടെ കരുത്തെന്നും പുതിയ പരിശീലകൻ. 2020 ഏകദിന പരമ്പരകൾക്കായി ഗംഭീറിനൊപ്പം ടീം ഇന്ത്യ ശ്രീലങ്കയിൽ. വിരാട് കോഹ്ലിയുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളതെന്ന് ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ. ഞങ്ങൾ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നവരാണ്. പരസ്പരമുള്ള ബന്ധവും സംസാരിക്കുന്ന കാര്യങ്ങളും റേറ്റിംഗ് വിഷയമല്ലെന്നും മാധ്യമങ്ങളോട് ഗംഭീർ. ഹാർദിക്കിനെ 2020 ക്യാപ്റ്റനാകാത്തത് ഫിറ്റ്നസ് പ്രശ്നങ്ങൾ കാരണമെന്ന ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ. സ്ഥിരമായി കളിക്കുന്ന താരത്തെയാണ് ഇപ്പോൾ ആവശ്യം. ലോകത്തിലെ മികച്ച 2020 താരമായ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ സ്ഥാനത്തിന് അർഹനാണെന്നും അജിത് അഗാർക്കർ. വനിതാ ഏഷ്യ കപ്പിൽ ശ്രീലങ്കയ്ക്ക് തകർപ്പൻ ജയം. മലേഷ്യയെ 144 റൺസിന് തോൽപ്പിച്ചു. 184 റൺസ് പിന്തുടർന്ന മലേഷ്യയെ 40 റൺസിന് ഓൾ ഔട്ട്. 69 പന്തിൽ 119 റൺസ് എടുത്ത ലങ്കൻ ക്യാപ്റ്റൻ ചമരി അത്തപ്പത്തു ആണ് കളിയിലെ താരം. പാരീസ് ഒളിമ്പിക്സ് ടേബിൾ ടെന്നീസിൽ ഇന്ത്യ ചരിത്ര നേട്ടം സ്വന്തമാക്കുമെന്ന മണിക ബത്ര. ടേബിൾ ടെന്നീസിൽ ആദ്യമായി യോഗ്യത ഉറപ്പാക്കിയ ഇന്ത്യൻ വനിതാ ടീമിന് മെഡൽ പ്രതീക്ഷയുണ്ട്. അൾട്ടിമേറ്റ് ടേബിൾ ടെന്നീസിലൂടെ കൂടുതൽ വിദേശ താരങ്ങളുമായി മത്സരിച്ചത് നേട്ടമാകുമെന്നും മണിക ബത്ര. ഫ്രഞ്ച് പ്രതിരോധ താരം റാഫേൽ വരാൻ ഇറ്റാലിയൻ ലീഗിലേക്ക്. സെരി എ ക്ലബായ കോമോയുമായി കരാറിലെത്തിയെന്ന റിപ്പോർട്ട്. യുണൈറ്റഡ് താരമായിരുന്ന വരാൻ ടീം വിട്ടത് ഫ്രീ ട്രാൻസ്ഫറിൽ. ഇറ്റാലിയൻ ക്ലബ്ബുമായി 2 വർഷത്തേക്ക് കരാർ. ഓസ്ട്രേലിയൻ താരം ജാമി മക്ലാരൻ മോഹൻ ബഗാനിൽ. ഓസ്ട്രേലിയൻ ലീഗിലെ ടോപ്പ് സ്കോററെ ടീമിലെത്തിച്ചത് 4 വർഷ കരാറിൽ. ഓസീസ് ദേശീയ ടീമിനായി 32 മത്സരങ്ങൾ കളിച്ച താരം. കൊളംബിയൻ സൂപ്പർ താരം ഹാമിഷ് റോഡ്രിഗസ് യൂറോപ്പിലേക്ക് തിരിച്ചു വന്നേക്കും. സാവോ പോളോയ്ക്കുമായുള്ള കരാർ റദ്ദാക്കിയെന്ന റിപ്പോർട്ട്. ഫ്രീ ഏജന്റായി തിരികെ എത്തിക്കുവാനാണ് ബയോൺ മ്യൂണിക് നീക്കം. കോപ്പ അമേരിക്കയിൽ മികച്ച താരമായതിനു പിന്നാലെ. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച 4 കുടുംബത്തിന്റെ മൃതദേഹങ്ങൾ കൊച്ചിയിലെത്തിച്ചു. ആലപ്പുഴ തലവടി സ്വദേശികളായ മാത്യു വർഗീസ്, ഭാര്യ ലിനി, മക്കളായ ഐസക്, ഐറിൻ എന്നിവരുടെ മൃതദേഹമാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്. സംസ്കാരം വ്യാഴാഴ്ച. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ വാഹനാപകടം. ലോറി ആറ്റിലേക്ക് മറിഞ്ഞ ഡ്രൈവർക്ക് പരിക്കേറ്റു. എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കവേ നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു. ഡ്രൈവറെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. തൃശൂർ കുന്നംകുളത്ത് മിന്നൽ ചുഴലി. കാണിപ്പയ്യൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടം. മാന്തോപ്പ്, ത്രിവേണി മേഖലകളിൽ മരങ്ങൾ കടപുഴകി വീണു. മേഖലയിലെ വൈദ്യുത ബന്ധം പൂർണ്ണമായും തകർന്നു.
തെറ്റിദ്ധരിച്ച യൂത്ത് ലീഗ് പ്രതിഷേധം. നിപ്പ രോഗനിർണയം താളം തെറ്റുന്നുവെന്നും വൈറോളജി ലാബ് ഉടൻ പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോഴിക്കോട് യൂത്ത് ലീഗിന് പ്രതിഷേധം. പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് ഇരച്ചുകയറി ഉപരോധിച്ചു. 5ഓളം വരുന്ന യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. യൂണിവേഴ്സിറ്റിയുടെ സുപ്രധാന ഓഫീസർമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെ അംഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകണമെന്നാവശ്യപ്പെട്ട ഹയർ എഡ്യൂക്കേഷൻ ഫോറം വൈസ് ചാൻസലർക്ക് കത്ത് നൽകി. വിസിയുടെ ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫിനെ കുറിച്ചുള്ള വാർത്തയെ തുടർന്നാണ് ഫോറം കത്ത് നൽകിയത്. രജിസ്ട്രാർ, പരീക്ഷാ കൺട്രോളർ എന്നീ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാരുടെ പേഴ്സണൽ സ്റ്റാഫിലെ CPM അനുകൂല സംഘടനയുടെ അംഗങ്ങൾ മാത്രമാണ് ഉള്ളതെന്നാണ് ആക്ഷേപം. ഭരണവിഭാഗത്തിൽ എല്ലാ സംഘടനാ പ്രതിനിധികൾക്കും പ്രാതിനിധ്യം നൽകണമെന്നും കഴിവുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും ഹയർ എഡ്യൂക്കേഷൻ ഫോറം വൈസ് ചാൻസലർക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു. കളഞ്ഞു കിട്ടിയ 2 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല ഉടമസ്ഥയ്ക്ക് തിരികെ നൽകി പെയിന്റിംഗ് തൊഴിലാളി. വയനാട് അമ്പലവയലിൽ ജോലി ചെയ്യുന്ന KA ജിൻഷാദിനാണ് സ്വർണ്ണമാല കളഞ്ഞു കിട്ടിയത്. സോഷ്യൽ മീഡിയ സഹായത്തോടെ ഉടമസ്ഥരെ കണ്ടെത്തിയാണ് തിരിച്ചേൽപ്പിച്ചത്. കോട്ടയത്തിന്റെ 49ാമത് ജില്ലാ കളക്ടറായി ജോൺ വി സാമുവൽ ചുമതലയേറ്റു. 2015 IAS ബാച്ചുകാരനാണ് ജോൺ വി സാമുവൽ. പിന്നാക്ക വികസന വകുപ്പ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരികയാണ്. കോട്ടയം ജില്ലാ കളക്ടറായി നിയമിതരായത് ആലപ്പുഴ ജില്ലാ കളക്ടർ, ഭൂജല വകുപ്പ് ഡയറക്ടർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി, കണ്ണൂർ ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണർ, ലീഗൽ മെട്രോളജി കൺട്രോളർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കോട്ടയം കോസ്റ്റഡി ഗവൺമെന്റ് UP സ്കൂൾ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടനം നിർവഹിച്ചത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൽ നിന്നും ലഭിച്ച 3 കോടി രൂപ ഉപയോഗിച്ചാണ്. 10 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പ്രീ പ്രൈമറി വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും നടന്നു. വിരമിക്കൽ പ്രഖ്യാപിച്ച നാച്ചോ ഫെർണാണ്ടസിന് യാത്രയപ്പ് ഒരുക്കുവാൻ റയൽ മാഡ്രിഡ്. ബുധനാഴ്ച ക്ലബ്ബ് മൈതാനത്ത് മുൻ നായകനുമായി ഒത്തുചേരും. റയലിനൊപ്പം 6 ചാമ്പ്യൻസ് ലീഗ് അടക്കം 26 കിരീടങ്ങളിൽ പങ്കാളിയായ താരമാണ്. നാച്ചോ വിരമിക്കൽ പ്രഖ്യാപിച്ചത് സീസൺ തുടങ്ങാനിരിക്കെ. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ എത്തിയ പുതിയ റെസ്ക്യൂ ഉപകരണങ്ങളുടെ പരിശീലനം നടത്തി. മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം മുതലായവ ഉണ്ടായാൽ അതിവേഗം പ്രവർത്തനം നടത്തുവാൻ അനുവദിച്ച് നൽകിയ ട്രൈപോഡ്, അസൈൻഡർ, ഡിസൈൻഡർ എന്നീ ആധുനിക ഉപകരണങ്ങൾ വെച്ചുള്ള റോബ് റെസ്ക്യൂ എന്നിവയാണ് പരിശീലനം നടത്തിയത്. ചീയമ്പം 73 കൊള്ളയിൽ മരം വീണ വീട് തകർന്നു. കഴിഞ്ഞ ദിവസം പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച സുധന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീടിന്റെ അടുക്കളയുടെ മുകളിലേക്കാണ് വീണത്. മേൽക്കൂരയിലെ ഷീറ്റുകളും ചുമരും തകർന്നു വീണു. അടുക്കളയിൽ ഉണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംസ്ഥാനത്തെ
സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ ഒരു ഗഡു ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യും. ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക 1600 രൂപ വീതം. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘം വഴി നേരിട്ടും വീട്ടിൽ പെൻഷൻ എത്തിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. കോഴിക്കോട് പേരാമ്പ്ര ആവളയിൽ പ്രവാസിയുടെ വീട് അടിച്ചു തകർത്തു. ആവള ഗുളികപ്പുഴയ്ക്ക് സമീപം ഗൾഫിൽ ജോലി ചെയ്യുന്ന ചാലിൽ മൊയ്തുവിന്റെ ആൾതാമസമില്ലാത്ത വീടാണ് അക്രമികൾ അടിച്ചു തകർത്തത്. വീടിന്റെ 4 ഭാഗത്തുമുള്ള ജനൽ, വാതിലുകൾ, വാട്ടർ ടാങ്ക് തുടങ്ങിയവ അടിച്ചു തകർത്തു. കൂടാതെ കിണറ്റിൽ വിഷം കലർത്തി മിശ്രിതമൊഴിച്ചതായും സംശയിക്കുന്നുണ്ട്. സംഭവത്തിൽ മേപ്പയ്യൂർ പോലീസ് കേസെടുത്തു. കോഴിക്കോട് മുക്കത്ത് കുളിക്കുന്നതിനിടെ കാൽ വഴുതി പുഴയിൽ വീണ 3 കിലോമീറ്ററോളം ഒഴുകിയെത്തിയ സ്ത്രീയെ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. ഒഴുക്കിൽപ്പെട്ടത് മരക്കാട്ടുപുറം സ്വദേശിനിയായ മാധവിയാണ്. രക്ഷാപ്രവർത്തനം മുക്കം ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് നടന്നത്. ദ ന്യൂസ് മിനിറ്റ് സ്ഥാപക ധന്യ രാജേന്ദ്രനെതിരായ അപകീർത്തികരമായ പരാമർശങ്ങൾ നീക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി. അപകീർത്തി വാർത്ത നൽകിയത് ജനം, ജന്മഭൂമി, കർമ്മ ന്യൂസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ. വീഡിയോകളും ലേഖനങ്ങളും ഉടൻ നീക്കണമെന്ന് കോടതി. തിരുവനന്തപുരം മരിനാട് വീണ്ടും വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളി മരിച്ചു. അർത്തിപുരയിടം സ്വദേശിയായ പത്രോസാണ് മരിച്ചത്. ശക്തമായി തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. ഒരാഴ്ചക്കിടെ ഇത് 3ാം തവണയാണ് മരിയനാട് വള്ളം അപകടത്തിൽപ്പെടുന്നത്. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ പ്രതിയെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുടിക്കൽ വലിയ പറമ്പിൽ അബ്ദുൽ മനാഫ് ആണ് പോലീസിന്റെ പിടിയിലായത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 12-ാം തീയതി പ്രതി മണപ്പുറം ഫിനാൻസിന്റെ മുടിക്കൽ ശാഖയിൽ 17.35 ഗ്രാം തൂക്കം വരുന്ന 2 വളകൾ പണയം വെച്ച് 75,000 രൂപ കൈപ്പറ്റിയിരുന്നു. പിന്നീടുള്ള പരിശോധനയിൽ ഇത് മുക്കുപണ്ടമാണെന്ന് ബോധ്യപ്പെട്ടു. ഇതേ തുടർന്ന് മണപ്പുറം ഫിനാൻസ് മുടിക്കൽ ശാഖാ മേധാവി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. അറസ്റ്റിലായ പ്രതിയെ പെരുമ്പാവൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ സേവന പദ്ധതികൾ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ. സാധാരണക്കാരുടെ ആരോഗ്യ ആനുകൂല്യങ്ങൾ ഓരോന്നായി സർക്കാരുകൾ നിർത്തലാക്കുമ്പോൾ ഇതൊക്കെ നടപ്പിലാക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവള്ളൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന അനുസ്മരണവും ഉമ്മൻചാണ്ടി യൂത്ത് കെയർ പാലിയേറ്റീവ് ലോഗോ പ്രകാശനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി കാമാക്ഷി സ്വദേശിയായ യുവാവ് തമിഴ്നാട്ടിൽ മുങ്ങി മരിച്ചു. തങ്കമണി കാമാക്ഷി കല്ലനാനിയിൽ ജനു മിനി ദമ്പതികളുടെ മകൻ അനന്തു KJ ആണ് തമിഴ്നാട് ശ്രീപെരുമ്പത്തൂരിൽ വെള്ളത്തിൽ വീണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. കുളത്തിലേക്ക് കാൽ വഴുതി വീണാണ് അപകടമുണ്ടായത്. 1 മാസം മുൻപാണ് അനന്തു വിപ്രോ കമ്പനിയിൽ ജോലിക്ക് കയറിയത്. സാമ്പത്തിക സർവേ റിപ്പോർട്ട് ലോക്സഭയിൽ അവതരിപ്പിച്ച ധനമന്ത്രി. പ്രതീക്ഷിച്ച സാമ്പത്തിക വളർച്ച ഉണ്ടായേക്കില്ലെന്ന സൂചന. 6.5% മുതൽ 7% വരെ വളർച്ച നേടുമെന്ന പ്രവചനം. പണപ്പെരുപ്പം നിയന്ത്രിക്കുവാൻ കഴിഞ്ഞെന്നും റിപ്പോർട്ടിൽ. കേന്ദ്ര ബജറ്റ് വികസിത ഭാരതത്തിലേക്കുള്ള അടിത്തറയാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് 2047-ലേക്കുള്ള റൂട്ട് മാപ്പ്. രാജ്യത്തിന്റെ വികസനം കൂട്ടുത്തരവാദിത്തമാണ്. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ജനകീയ ബജറ്റ് ആയിരിക്കുമെന്നും മോദി.
പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ തന്റെ ശബ്ദം തടയുവാൻ 2.5 മണിക്കൂർ ശ്രമം നടത്തി. ഇങ്ങനെയൊരു സംഭവം ചരിത്രത്തിലില്ല. പ്രതിപക്ഷം ക്രിയാത്മകമായി പ്രവർത്തിക്കണം, പാർലമെന്റിനെ സർഗാത്മകമായി ഉപയോഗിക്കണമെന്നും മോദി. നീറ്റ് വിഷയത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. സർക്കാരിനെ കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധി പരീക്ഷാ സമ്പ്രദായം വിൽപ്പനയ്ക്കെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. പണമുണ്ടെങ്കിൽ ഏതു പരീക്ഷയും വിലയ്ക്ക് വാങ്ങാമെന്നും രാഹുൽ. കഴിഞ്ഞ 7 വർഷത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ യാതൊരു തെളിവുകളുമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. നീറ്റ് ക്രമക്കേട് സുപ്രീം കോടതി. രാജ്യവ്യാപകമായി നീറ്റ് ചോദ്യപേപ്പർ ചോർന്നുവെന്നതിന് കൃത്യമായ തെളിവുകൾ കോടതിക്ക് മുന്നിൽ എത്തിയിട്ടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ. 8 കേന്ദ്രങ്ങളിൽ കാനറ ബാങ്ക് ചോദ്യപേപ്പർ മാറി നൽകിയെന്ന NTA. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് RSS പരിപാടിയിൽ പങ്കെടുക്കാമെന്ന ഉത്തരവിൽ പ്രതിഷേധം. RSSനുള്ള നിരോധനം നീക്കിയതിൽ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. വാജ്പേയിയുടെ കാലത്ത് നിലനിന്നിരുന്ന 58 വർഷത്തെ നിരോധനം മോദി സർക്കാർ നീക്കിയെന്ന ജയറാം രമേശ്. വിവാദ കൻവർ യാത്ര ഉത്തരവ് സ്റ്റേ ചെയ്ത സുപ്രീം കോടതി. കട ഉടമകളുടെയും ജീവനക്കാരുടെയും പേരുകൾ പ്രദർശിപ്പിക്കുവാൻ നിർബന്ധിക്കരുത്. പോലീസിന് ഇത്തരം ഉത്തരവുകൾ ഇറക്കാൻ അവകാശമില്ലെന്നും കോടതി. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ ഉത്തരവാണ് സ്റ്റേ ചെയ്തത്. കശ്മീർ ഏറ്റുമുട്ടലിൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് ബെന്നി ബെഹ്നാൻ MP. 6 മാസമായി നിരവധി ജവാന്മാർ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച വിഷയത്തിൽ കേന്ദ്രം തുടരുന്ന മൗനം പ്രതിഷേധാർഹമാണെന്നും സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യം. ലോക പൈതൃക സമിതിയുടെ 46ാമത് സെഷന് ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ഇന്ത്യയുടെ പൈതൃകത്തെയും സംസ്കാരത്തെയും പ്രകീർത്തിച്ച യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ ഓഡ്രി അസോലെ. ലോക പൈതൃക സമിതിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത് ഇതാദ്യം. കാർഗിൽ വിജയ് ദിവസിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ദ്രാസ് സന്ദർശനത്തിനൊരുങ്ങി പ്രധാനമന്ത്രി മോദി. ജൂലൈ 26-ന് മോദി ദ്രാസിലെത്തുമെന്ന് ലഡാക്ക് ഗവർണർ. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറിയത് ഡൽഹി ഹൈക്കോടതി ജഡ്ജി അമിത് ശർമ്മ. ജാമ്യാപേക്ഷ മറ്റൊരു ബെഞ്ച് ജൂലൈ 24-ന് പരിഗണിക്കും. സർക്കാർ ഉദ്യോഗസ്ഥർ RSS പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നതിനുള്ള വിലക്ക് നീക്കിയതായി കോൺഗ്രസ്. സർക്കാർ ഉത്തരവ് പുറത്തുവിട്ട് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. വാജ്പേയിയുടെ കാലത്ത് നിലനിന്നിരുന്ന 58 വർഷത്തെ നിരോധനം മോദി സർക്കാർ നീക്കിയതായും ജയറാം രമേശ്. മലങ്കര സഭ പള്ളിത്തർക്കം നിലനിൽക്കുന്ന കോതമംഗലം പുളിന്താനം സെയിന്റ് ജോൺസ് പള്ളിയിലും മഴുവന്നൂർ സെയിന്റ് തോമസ് കത്തീഡ്രലിലും സുപ്രീം കോടതി വിധി നടപ്പിലാക്കുവാനുള്ള പോലീസ് ശ്രമം പരാജയം. പോലീസ് പിന്മാറ്റം യാക്കോബായ സഭാ വിശ്വാസികളുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന്. പ്രതിഷേധത്തിനിടെ നിരവധി സ്ത്രീകൾ കുഴഞ്ഞു വീണു. വാരാന്ത്യങ്ങളിലെ ഏകാന്തതയെ ചെറുക്കുവാൻ രാത്രികാലങ്ങളിൽ ഓട്ടോ ഓടിച്ച മൈക്രോസോഫ്റ്റ് എഞ്ചിനീയറായ യുവാവ് വെങ്കടേഷ് എന്ന എക്സ് ഉപയോക്താവാണ് ചിത്രം പങ്കുവച്ചത്. സംഭവം ബംഗളൂരുവിലാണ്. നൂതനമായ സാങ്കേതിക വിദ്യയ്ക്ക് പോലും മനുഷ്യ ഇടപെടലുകളെ മാറ്റിസ്ഥാപിക്കുവാൻ കഴിയില്ലെന്ന സോഷ്യൽ മീഡിയ കമന്റുകൾ. നിപ സാഹചര്യത്തിൽ ICMR സംഘം ഇന്ന് മലപ്പുറത്തെത്തി. സംഘത്തിലുള്ളത് 4 ശാസ്ത്രജ്ഞന്മാരും 2 ടെക്നിക്കൽ വിദഗ്ധരും. പ്രതിരോധ നടപടികളിലേക്ക് കടന്ന മൃഗസംരക്ഷണ വകുപ്പും. പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി പരിസരത്ത് പരിശോധന
ഇന്ന് നടത്തി. വവ്വാലുകൾ കടിച്ച പഴവർഗ്ഗങ്ങൾ ഒഴിവാക്കണമെന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ. കമല ഹാരിസിന് പിന്തുണ പ്രഖ്യാപിച്ച ബൈഡന്റെ പിന്മാറ്റ പ്രഖ്യാപനം സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു. തീരുമാനം തെരഞ്ഞെടുപ്പിന് 4 മാസം ബാക്കി നിൽക്കെ മാറി നിൽക്കേണ്ടത് പാർട്ടിയുടെയും രാജ്യത്തിന്റെയും താൽപര്യം മുൻനിർത്തിയെന്ന ബൈഡൻ. ബൈഡൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതിനു ശേഷം ബൈഡനെ പ്രശംസിച്ച ഡെമോക്രാറ്റുകൾ ബൈഡൻ ദേശസ്നേഹിയായിരുന്നെന്നും യുഎസിന് എപ്പോഴും 1ാം സ്ഥാനം നൽകിയെന്നും ഡെമോക്രാറ്റിക് നേതാവ് നാൻസി പെലോസി. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റണും ബൈഡന്റെ പ്രവർത്തനങ്ങളെ വാഴ്ത്തി. നരേന്ദ്രമോദി, ബരാക് ഒബാമ, ജോ ബൈഡൻ, പുടിൻ എന്നിങ്ങനെ ലോക നേതാക്കളുടെ ഫാഷൻ ഷോ AI വീഡിയോ പങ്കുവച്ച ഇലോൺ മസ്ക്. AI ഫാഷൻ ഷോയ്ക്കുള്ള സമയമാണിതെന്ന കുറിപ്പോടെയാണ് വ്യത്യസ്ത വസ്ത്രങ്ങളണിഞ്ഞ് റാമ്പിലൂടെ പ്രമുഖർ നടക്കുന്ന വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തത്. ബ്രസീലിയൻ പോപ്പ് ഗായകൻ ഐഎ സസാക്കി വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. നനഞ്ഞ ഫാൻ തൊട്ടതിനെ തുടർന്നാണ് വൈദ്യുതാഘാതമേറ്റത്. ജൂലൈ 13-ന് ബ്രസീലിൽ സസാക്കിയുടെ ലൈവ് പരിപാടിക്കിടെയാണ് അപകടം സംഭവിച്ചത്. മരണത്തിൽ അനുശോചിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ച സസാക്കിയുടെ ഭാര്യ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടു. സ്പെയിനിൽ ജനകീയ ടൂറിസത്തിനെതിരെ രാജ്യത്തുടനീളം വ്യാപക പ്രതിഷേധം. സ്പെയിനിലെ മല്ലോർക്കൻ തലസ്ഥാനമായ പാൽമയിൽ നടന്ന പ്രതിഷേധത്തിൽ 20,000-ഓളം പേരാണ് പങ്കെടുത്തത്. നിലവിലെ ടൂറിസം മാതൃകയിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം. വിൽപ്പനയിൽ മുൻപന്തിയിലെത്തി TVS ജൂപ്പിറ്റർ. ജൂണിൽ മാത്രം വിറ്റഴിച്ചത് 72,100 യൂണിറ്റ് ജൂപ്പിറ്റർ. രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ 12.21% വാർഷിക വർധനവാണ്. കഴിഞ്ഞ മാസത്തെ വർധനവ് 28.19%. കഴിഞ്ഞ വർഷം ജൂണിൽ വിറ്റത് 64,252 യൂണിറ്റ് ജൂപ്പിറ്റർ. പുതിയ ബസ്സുകൾ വാങ്ങുവാനുള്ള കരാർ നൽകി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. 636 ബസ്സുകളാണ് RTA വാങ്ങുക. കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ്. ഇതിൽ 40 എണ്ണം വൈദ്യുത ബസ്സുകളായിരിക്കും. 450 സിറ്റി ബസ്സുകൾ, 146 ഡബിൾ ഡെക്കർ ബസ്സുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടും. ചൈനീസ് കമ്പനിയായ സോങ് തോറ്റിന്റെയാണ് വൈദ്യുത ബസ്സുകൾ. സൂര്യ 3 വ്യത്യസ്ത വേഷത്തിലെത്തുന്ന കങ്കുവ ആദ്യഗാനം നാളെ റിലീസ് ചെയ്യും. സൂര്യയുടെ പിറന്നാളിനോടനുബന്ധിച്ചാണ് ഫസ്റ്റ് സിംഗിൾ റിലീസ്. സിരത്തെ ശിവ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം ഒക്ടോബർ 10-ന് തിയേറ്ററുകളിലെത്തും. നിവിൻ പോളി അഭിനയിച്ച പുതിയ ആൽബം സോങ്ങായ ഹബീബി ഡ്രിപ്പ് ഏറ്റെടുത്ത ആരാധകർ. ഇതിനോടകം 4 മില്യണിലധികം ആളുകളാണ് ആൽബം കണ്ടത്. പഴയ നിവിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ആരാധകർ. ഷാഹിൻ റഹ്മാൻ സംവിധാനം ചെയ്ത ഗാനത്തിന്റെ വരികൾ രചിത്ത് ആലപിച്ചത് ഡബ്സിയാണ്. ആദ്യത്തെ കൂപ്പേ സ്റ്റൈൽ SUV ഇന്ത്യയിൽ അവതരിപ്പിച്ച ടാറ്റ. അവതരിപ്പിച്ചത് ടാറ്റയുടെ ജനപ്രിയ മോഡലായ കർവിന്റെ ICE ഇലക്ട്രിക് മോഡലുകൾ. ഇലക്ട്രിക് SUVക്ക് 450 മുതൽ 500 കിലോമീറ്റർ വരെ മൈലേജ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ICE പതിപ്പിൽ ഉപയോഗിക്കുന്നത് 124 bhp 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ. നെക്സോണിന്റെ 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനുകളാണ്. CNG വേരിയന്റുകൾ ഉടൻ പുറത്തിറക്കുമെന്നും കമ്പനി. BMWവിന്റെ പുത്തൻ ഇലക്ട്രിക് ആഡംബര സ്കൂട്ടർ മോട്ടോറാഡ് ഇന്ത്യയിൽ അവതരിപ്പിക്കുവാൻ ഒരുങ്ങി കമ്പനി. സ്കൂട്ടർ അവതരിപ്പിക്കുന്നത് ജൂലൈ 24-ന്. വണ്ടിയുടെ വില 9 ലക്ഷം മുതൽ 12 ലക്ഷം വരെയാണ്. വണ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 15 കിലോ വാട്ട് ലിക്വിഡ് കൂൾഡ് സിൻക്രണസ് മോട്ടോർ. മോട്ടോറാഡിന് കമ്പനി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഒറ്റ ചാർജിങ്ങിൽ 130 കിലോമീറ്റർ മൈലേജ്. സ്റ്റാൻഡേർഡ് ചാർജറിൽ 4 മണിക്കൂറിനുള്ളിലും ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് 1.4 മണിക്കൂറിനുള്ളിലും
ചാർജ് ചെയ്യാനാകുമെന്നും കമ്പനി. നത്തിങ്ങിന്റെ CMF വാച്ച് പ്രോ 2 വിപണിയിൽ. വാച്ച് നിർമ്മിച്ചിരിക്കുന്നത് വിന്റേജ് മോഡലിലാണ്. 5000 രൂപയ്ക്കുള്ളിൽ CMF വാച്ച് പ്രോ 2 വിപണിയിൽ ലഭ്യമാണ്. മറ്റ് സ്മാർട്ട് വാച്ചുകളെക്കാളും ബാറ്ററി ലൈഫ് കൂടുതലാണ്. വണ്ടിയുടെ മുൻവശത്തെ വിൻഡ് സ്ക്രീനിനുള്ളിൽ ഫാസ്ടാഗ് നിർബന്ധമാക്കി ദേശീയപാത അതോറിറ്റി. ലംഘിക്കുന്ന വാഹനങ്ങളുടെ ഫാസ്ടാഗിൽ നിന്നും ഇരട്ടി തുക പെനാൽറ്റിയായി ഈടാക്കും. തീരുമാനം ടോൾ പ്ലാസകളിലെ തിരക്ക് ഒഴിവാക്കാനെന്ന വിശദീകരണം. പുത്തൻ 5 ഡോർ ധാർന റോക്സ് എന്ന പേര് നൽകി മഹീന്ദ്രയുടെ ജനപ്രിയ മോഡലായ 3 ഡോർ ധാറിന് വിജയത്തിന് ശേഷമാണ് മഹീന്ദ്രയുടെ പുതിയ പരീക്ഷണം. 5 ഡോർ ധാർ എത്തുന്നത് 3 ഡോറിനേക്കാളും കൂടുതൽ വലുപ്പത്തിലാണ്. പുത്തൻ ധാറിന് 3 ഡോറിന്റെ തന്നെ 2 ലിറ്റർ ടർബോ പെട്രോൾ, 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിലും സമാനമായ ഗിയർ ബോക്സ് സിസ്റ്റവുമുണ്ട്. കൂടുതൽ പെർഫോമൻസിനായി റീട്യൂൺ സാധ്യതയും കമ്പനി വാഗ്ദാനം. ഒരാഴ്ചക്കിടെ സൗദിയിൽ നാട് കടത്തിയത് 1,44,500 പേരെ. തൊഴിൽ, വിസ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച 14,400 വിദേശികളെയാണ് ഒരാഴ്ചക്കിടെ സൗദി അറേബ്യയിൽ നിന്ന് നാടുകടത്തിയത്. അതിർത്തി വഴി നുഴഞ്ഞുകയറുവാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായത് 1,300-ലധികം ആളുകൾ. തർഹീലിൽ നിലവിൽ നിയമ നടപടി നേരിടുന്നവരിൽ 15,300 പുരുഷന്മാരും 16,700 സ്ത്രീകളുമാണുള്ളത്. ആമസോൺ വനത്തിലെ അപൂർവ ഗോത്രവർഗം മാഷ്കോ പിറോയുടെ ദൃശ്യങ്ങൾ പുറത്ത്. ഗോത്രവർഗത്തെ കണ്ടെത്തിയത് ലാസ് പിദ്രാസ് നദിയുടെ തീരത്ത്. മാഷ്കോ പിറോ ബാഹ്യസമ്പർക്കമില്ലാതെ ജീവിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തദ്ദേശീയ സമൂഹ ഗോത്രവർഗമാണ്. അപൂർവ ഗോത്രവർഗത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട സർവൈവൽ ഇന്റർനാഷണൽ. ദുബായിൽ ആഡംബര കപ്പലിന് ആസിഫ് അലിയുടെ പേര്. മറീനിയൽ വാട്ടർ ടൂറിസം കമ്പനി D3 ആണ് നടന് പിന്തുണയറിയിച്ച് കപ്പലിന്റെ പേര് മാറ്റിയത്. ഉപഹാരദാന ചടങ്ങിനിടെ ആസിഫിനെതിരെ ഉണ്ടായ അപമാനത്തെ പക്വതയോടെ കൈകാര്യം ചെയ്തതിലാണ് ആദരവായിട്ടാണ് ഈ നടപടി. ലോക പൈതൃക സമിതിയുടെ 46ാമത് സെഷന് ഭാരതീയ മണ്ഡപത്തിൽ തുടക്കം. ഇന്ത്യയുടെ പൈതൃകത്തെയും സംസ്കാരത്തെയും പ്രകീർത്തിച്ച യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ ഓഡ്രി അസോലെ. ലോക പൈതൃക സമിതിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത് ഇതാദ്യം. ജീപ്പ് മെറിഡിയൻ SUVയുടെ വിലയിൽ നിന്ന് 2 ലക്ഷത്തോളം വെട്ടിക്കുറച്ചു കമ്പനി തീരുമാനം മെറിഡിയനിന്റെ പുത്തൻ ഫേസ് ലിഫ്റ്റ് മോഡലുകൾ എത്തുന്നതിന്റെ ഭാഗമായുള്ള സ്റ്റോക്ക് ക്ലിയറൻസിന് വേണ്ടി. പുത്തൻ മെറിഡിയൻ എത്തുന്നത് ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും പുത്തൻ മാറ്റങ്ങളുമായി.
ഡെലിവറി ആരംഭിച്ച ബജാജ് CNG ഫ്രീഡം 125cc ബൈക്ക് വിൽപ്പന ആരംഭിച്ചത് കഴിഞ്ഞ ജൂലൈ 18 മുതൽ. ഫ്രീഡം 125 എത്തുന്നത് പെട്രോൾ, CNG എന്നിങ്ങനെ ഇരട്ട ഫ്യൂവൽ സംവിധാനത്തിലാണ്. 2 കിലോ CNGയിൽ 200 കിലോമീറ്റർ വരെ മൈലേജ് എന്നാണ് കമ്പനിയുടെ വാഗ്ദാനം. ബേസ് മോഡലിന് 95,000 രൂപയും ഡ്രം LED മോഡലിന് 1 ലക്ഷം രൂപയും ഡിസ്ക് LED മോഡലിന് 1.10 ലക്ഷം രൂപയുമാണ് എക്സ് ഷോറൂം വില. സ്മാർട്ട് ഫോൺ രംഗത്ത് സാംസങ്ങിന് വെല്ലുവിളിയുമായി മിക്സ് ഫ്ലിപ്പ് ഫോണുമായി ഷവോമി ഫ്ലിപ്പ് ഫോൺ എത്തുന്നത് ശക്തിയേറിയ മൊബൈൽ ചിപ്സെറ്റായ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റിൽ. ഫോണിൽ കമ്പനി കൊടുത്തിരിക്കുന്നത് 4.01 ഇഞ്ച് AMOLED കവർ സ്ക്രീൻ, അകത്ത് 6.86 ഇഞ്ച് 120 ഹെർട്സ് LTPO AMOLED സ്ക്രീനും. 2 സ്ക്രീനുകൾക്ക് 1.5K റെസൊല്യൂഷനൊപ്പം 3000 നിറ്റ് പിക് തെളിച്ചവും. ഇന്ത്യയിലെ 77% സ്റ്റാർട്ടപ്പുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ബ്ലോക്ക് ചെയിൻ എന്നിവയിൽ നിക്ഷേപം നടത്തുന്നതായി റിപ്പോർട്ട്. ഡൺ ആൻഡ് ബ്രാഡ് സ്ട്രീറ്റിന്റെ സഹകരണത്തോടെ സാപ്പ് ഇന്ത്യയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ടൊവിനോ തോമസ് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമായ നരിവേട്ട പ്രഖ്യാപിച്ച അണിയറ പ്രവർത്തകർ. ഇഷ്ക് സിനിമയിലൂടെ ശ്രദ്ധേയനായ അനുരാജ് മനോഹറാണ് ചിത്രത്തിന്റെ സംവിധാനം. തമിഴ് സിനിമാ നടനും സംവിധായകനുമായ ചേരന്റെ ആദ്യ മലയാള സിനിമ കൂടിയാകും നരിവേട്ട. ചിത്രീകരണം ജൂലൈ 26-ന് ആരംഭിക്കും. ജനപ്രിയ താരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായി തെന്നിന്ത്യൻ താരം പ്രഭാസ്. ഷാരുഖ് ഖാൻ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഓമാക്സ് മീഡിയ പുറത്തുവിട്ട നായക താരങ്ങളുടെ പുതിയ പട്ടികയിലാണ് ഷാരുഖ് 2ാമതെത്തിയത്. ക്രിസ്റ്റി ജോമിയെ സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് എന്ന സിനിമയെ ചലച്ചിത്രമേളകളിൽ തഴഞ്ഞതിൽ പ്രതിഷേധിച്ച സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ തിയേറ്ററുകളിൽ 4ാം വാരത്തിലെത്തിയ സിനിമ ഗോവ, തിരുവനന്തപുരം അന്താരാഷ്ട്ര മേളകളിൽ അയച്ചിരുന്നു. SS രാജമൗലി എന്ന അതുല്യ സംവിധായകന്റെ സിനിമാ ജീവിതം ഡോക്യുമെന്ററി ആകുന്നു. നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങാനിരിക്കുന്ന മോഡേൺ മാസ്റ്റേഴ്സ് SS രാജമൗലി എന്ന് പേരിട്ടിരിക്കുന്ന ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ് നിർമ്മാതാക്കൾ. മികച്ച പ്രതികരണം തേടി വിക്കി കൗശലിന്റെ ബാഡ് ന്യൂസ്. കോമഡി ഡ്രാമ വിഭാഗത്തിലെത്തിയ ചിത്രം ഇതുവരെ നേടിയത് 30.62 കോടി രൂപയാണ്. ഓരോ ദിവസവും കളക്ഷൻ റിപ്പോർട്ടുകൾ മെച്ചപ്പെടുത്തുന്നുവെന്ന് ബോക്സ് ഓഫീസ് റിപ്പോർട്ട്.